കുറേ നാളുകൾക്ക് ശേഷം ഒരു അടിപൊളി വീഡിയോ ആയി ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണോ. വെൽക്കം ബാക്ക് 360 മല്ലു യൂട്യൂബ് ചാനൽ. ഞാൻ ഈ സ്റ്റെപ്പുകൾ നടന്ന് പോകുന്നത് ഒരു മായ ലോകത്തേക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് പോളണ്ടിനടുത്തുള്ള ക്രാക്കോ സോൾട്ട് മൈനിൻ്റെ അകത്തേക്കാണ് ഈ സ്റ്റെപ്പുകൾ പോകുന്നത്. ലോക പ്രശസ്തമായ ഒരു സോൾട്ട് മൈനാണിത്. ഭൂമിയുടെ അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു മായാലോകം അതാണ് എന്നുള്ളത് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങുമ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. എന്തുകൊണ്ട് ഇത്രയും നാളും ഉണ്ടായിട്ട് പോളണ്ടിലുണ്ടായിരുന്നിട്ടും ഞാൻ അവിടെ പോയി കണ്ടില്ല എന്ന് ഞാൻ ഒരുപക്ഷെ വിചാരിച്ചു പോയി. അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ അകം കാണാനായിട്ട്. എന്താ ഇതിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് സോൾട്ടിലാണ് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്തുള്ള ചാപ്പലുകളാകട്ടെ, അതിലുള്ള പ്രതിമകൾ, ചുമരുകൾ എല്ലാം തന്നെ ഉപ്പിൽ നിന്നാണ് കൊത്തിയെടുത്തിട്ടുള്ളത്. ഭൂമിയുടെ ഏതാണ്ട് 135 മീറ്റർ താഴെയായി സ്ഥിതി ചെയ്യുന്ന ചാപ്പലാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്നാണ് എന്നോട് ഗൂഗിൾ പറഞ്ഞത്. അതെല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതോറും അത് കാണാൻ വേണ്ടി സാധിക്കും. 3 ലെവലുകളായിട്ടാണ് അവരിതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് ലെവല്, സെക്കൻഡ് ലെവല്, തേർഡ് ലെവലിലാണ് ഈ ചാപ്പലുള്ളത്. ഈ ചാപ്പലാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. 700 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ ഈ സോൾട്ട് മൈനിൽ 300 കിലോമീറ്ററോളം നീളമുള്ള വഴികളും ആഴമുള്ള ഗുഹകളുമുണ്ട്. അതുപോലെ തന്നെ 135 മീറ്റർ താഴെയായിട്ടാണ് ഇതിലെ ഏറ്റവും ഹൈലൈറ്റ്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത് 1978 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് കേട്ടോ ഈ അത്ഭുതം കാണാൻ എത്തുന്നത്. ലോകത്ത് എമ്പാടുമുള്ള വിനോദസഞ്ചാരികളെല്ലാം വരുന്ന ഒരു സ്ഥലമാണല്ലോ ഈ ക്രാക്കോ സോൾട്ട് മൈൻ. ഈ സോൾട്ട് മൈനിലോട്ട് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. പോളണ്ടിലുള്ളവരോ അല്ലെങ്കിൽ പോളണ്ടിന് പുറത്തുള്ളവരോ വിസിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പോളണ്ട് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഇത് ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസാണ്. ഓരോ ലെവലും മുന്നോട്ട് പോകുന്തോറും അത്ഭുതം ഇങ്ങനെ നമ്മളെ ആകർഷിച്ചുകൊണ്ടേയിരുന്നു. എന്താണ് ഇതിൻ്റെ അകത്ത് മുന്നോട്ട് പോകുന്നതോറും എന്താണ് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത് എന്നുള്ളൊരു സാധനം എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. അത്രയ്ക്ക് ഒരു പോസിറ്റീവ് ഫീലും നല്ലൊരു ക്ലൈമറ്റും, എന്താ പറയുക, എപ്പോഴും എല്ലാ കാലാവസ്ഥയിലും, വിൻ്റർ ആയിക്കോട്ടെ, സമ്മർ ആയിക്കോട്ടെ, ഫോൾ ആയിക്കോട്ടെ, ഏത് ഇതിലാണെങ്കിലും ഇതിൻ്റെ അകത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 16 ഡിഗ്രി വരെ ആണ് കേട്ടോ എപ്പോഴും നിലവിലുള്ളത്. പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത് പണ്ട് കാലത്ത് സോൾട്ട് എങ്ങനെയാണ് മൈൻ ചെയ്തിരുന്നത്, എങ്ങനെയാണ് അത് മൈൻ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫുള്ള് സോൾട്ടിലാണ് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പണ്ട് കാലത്ത് കുതിരകൾ ഉപയോഗിച്ച് ഇത് ഈ 135 മീറ്റർ താഴത്തിൽ നിന്നും മുകളിലോട്ട് എങ്ങനെ സോൾട്ട് മൈൻ ചെയ്ത് കൊണ്ടുപോയിരുന്നു, യന്ത്രങ്ങൾ എങ്ങനെ ഉപയോഗിച്ചിരുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഇതിനകത്ത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരത്തെ അഡ്വാൻസ്ഡ് ആയിട്ട് ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. ആ ടിക്കറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് നേരിട്ട് അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ക്യൂവിൽ നിന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഒരു ഗൈഡ് ഇല്ലാണ്ട് ഇതിൻ്റെ അകത്തേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു ഇംഗ്ലീഷ് ഗൈഡിനെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടാൻ വേണ്ടി മാക്സിമം നോക്കുക. ഇംഗ്ലീഷ് ഗൈഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഓരോരോ കാര്യങ്ങളും മനസ്സിലാക്കി ഇതിൻ്റെ അകത്തേക്കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പോളിഷ് ഗൈഡാണ് അവൈലബിൾ ഉള്ളത്. അത് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലോ, എല്ലാവർക്കും പോളിഷ് അറിയണം എന്ന് നിർബന്ധമില്ല. ഒത്തിരി അധികം ചാപ്പലുകളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തേക്കൂടെ. ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു 13-ലധികം ചാപ്പലുകളുണ്ട്. ഈ ഇറങ്ങി ചെല്ലുന്നതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് പോയിൻ്റ്. ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചാപ്പൽ. ഇതിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എല്ലാ സൺഡേകളിലും ഇവിടെ കുർബാനകളും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെഡ്ഡിങ്, അതിനുള്ള സംവിധാനങ്ങൾ, അത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് കഴിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അത്രയ്ക്ക് ഭംഗിയാണ്. ഇത് വീഡിയോയിൽ എത്രത്തോളം നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷേ ഒരിക്കലെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട, പോളണ്ടിലുള്ളവരോ അല്ലെങ്കിൽ പോളണ്ടിലോട്ട് വരാനോ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ ക്രാക്കോയിലുള്ള ഈ സോൾട്ട് മൈൻ. ഒരിക്കലും ആ ഒരു എമൗണ്ട് നമുക്ക് നഷ്ടമായി എന്ന് തോന്നില്ല. ഇതിൻ്റെ അകത്ത് നിന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തിട്ട് എത്ര നിന്നിട്ട് മതിയാവുന്നില്ല കേട്ടോ. നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ നമ്മൾ ഗൈഡ് ഓരോ ലെവൽ അനുസരിച്ചാണ് കൊണ്ടുപോകുന്നതെന്ന് പറയില്ലേ. അപ്പോൾ ഓരോ ഡോറുകൾ ഇങ്ങനെ അടഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ അടുത്തടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്നാലാണ് നമുക്ക് അടുത്ത ആൾക്കാർക്ക് വരാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് അവിടെ നിന്ന് പോരാൻ വേണ്ടി പറ്റത്തില്ലായിരുന്നു. ഞങ്ങളെയൊക്കെ പിടിച്ച് വലിച്ചാണ് ഞങ്ങളുടെ ഗൈഡ് കൊണ്ടുപോയത്.
ഞങ്ങളുടെ ഗൈഡായിട്ട് കിട്ടിയ ആളും ഭയങ്കര അടിപൊളിയായിരുന്നേ. ഈ കാണുന്ന കുളം ഉണ്ടല്ലോ, ഇത് ഫുള്ള് സോൾട്ടിൻ്റെ അകത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുളമാണ്. വളരെയധികം കെയർഫുള്ളായിട്ട് പോകേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ ഇതെല്ലാം. ഇതിൻ്റെ അകത്തേക്കൊക്കെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറേ ആളുകൾ മരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് മാക്സിമം കെയർ ചെയ്ത് വേണം നമ്മൾ എല്ലായിടത്തും കൂടെ നടക്കാനും പോകാനും ഒക്കെ. തെന്നി വീഴാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ടായിരുന്നു. മിക്ക ഫ്ലോറുകളും സ്റ്റെപ്പുകളും ഒക്കെ ചിലതൊക്കെ സോൾട്ടിൽ തന്നെയാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാക്സിമം അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ മാത്രം പോവുക. കാരണം നമുക്ക് കുറേ ദൂരം നടക്കാനും കുറേ സ്റ്റെപ്പുകൾ കയറാനും ഇറങ്ങാനും ഒക്കെ ഉണ്ട്. അൺഹെൽത്തി ആയിട്ടുള്ള ആരും ഇങ്ങോട്ട് പോകാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ മാത്രം നടക്കാനും ഒന്നിനും ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ മാത്രം പോവുക. മുട്ടുവേദന അസുഖങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരൊക്കെ പോവുക, അല്ലെങ്കിൽ കുറച്ച് പാടുപെടും. ഞങ്ങളൊക്കെ ചെറിയ ഏജിലുള്ള ആൾക്കാരാണെങ്കിലും ഒരു മിഡിൽ ഏജിലുള്ള ആൾക്കാരാണെങ്കിലും ഞങ്ങൾ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്നു കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ. പക്ഷേ നമ്മൾ മുന്നോട്ട് പോവാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല. അത്രയ്ക്ക് നമ്മളെ ആകർഷിക്കുന്ന പല സാധനങ്ങളും അവിടെയുണ്ട്. വീഡിയോയിൽ എത്രത്തോളം വിസിബിളാണ് എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും മസ്റ്റ് വാച്ച് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് താഴെ 135 മീറ്റർ അടി താഴെ ചെന്ന് കഴിയുമ്പോൾ ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും പറ്റുന്നവരെല്ലാവരും പോയി കാണുക.